അറിയായിരുന്നു അശോകൻ ചേട്ടൻ പറഞ്ഞത്. ഞാൻ ഈ അടുത്ത കാലത്ത് പിന്നെ ഈ ലിറ്ററേച്ചറുകളൊക്കെ വായിച്ചപ്പം എനിക്ക് മനസ്സിലായതൊരു കാര്യം, അതായത് ബിഗ് ബുക്കിൽ അല്പം ധാർഷ്ട്യത്തോടെ പറഞ്ഞത് എന്ന് തോന്നിക്കുന്ന രണ്ട് വാചകങ്ങളാണുള്ളത്. ഒന്ന്, ഈ 12 പടികൾ അനുസരിച്ച് അഥവാ ഈ ജീവിത രീതി സ്വീകരിച്ചവരാരും കുടിച്ചതായിട്ട് കേട്ടുകേൾവിയില്ല. ഒരു വാചകം അതാണ്. രണ്ടാമത്തെ വാചകം, ഒരിക്കൽ നിയന്ത്രണം വിട്ട് കുടിച്ച ഒരാൾ വീണ്ടും നിയന്ത്രിച്ച് കുടിച്ചാൽ, അന്ന് ഞങ്ങൾ ആ ഭാഷ എന്ന് പറയുന്നത് ഇംഗ്ലീഷുകാരൻ്റെ ഒരു പഴഞ്ചൊല്ലാണ്, ഞങ്ങൾ പട്ടിയുടെ തടി പഠിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെ സാധാരണഗതിയിൽ ബിൽ ഡബ്ല്യു വളരെ സൗമ്യമായ ഭാഷയിലും അതുപോലെ വളരെ സരസമായിട്ട് നർമ്മ ബോധത്തോടെയൊക്കെയാണ് സംസാരിക്കാറുള്ളത്. പക്ഷെ അദ്ദേഹം രൂക്ഷമായി സംസാരിച്ച ഒരു വിഷയം അനോണിമിറ്റിയാണ്. അതായത് ഇങ്ങനെ പോയാൽ നിങ്ങൾ സർവനാശത്തിലേക്ക് പോകും എന്ന്. അതായത് അനാമധേയത്വ ലംഘനത്തെക്കുറിച്ചാണ് അദ്ദേഹം അത് പറഞ്ഞത്. പക്ഷെ അദ്ദേഹം അത് പറയുമ്പം അദ്ദേഹവും അനാമധേയത്വ ലംഘനം നടത്തിയിട്ടുണ്ട്. പക്ഷെ ആ തെറ്റ് അദ്ദേഹം സമ്മതിച്ചു. മൈസറേറ്റിന്റെ കൂട്ടത്തിലൊക്കെ നിന്ന് ഫോട്ടോ എടുത്ത കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അപ്പൊ ഇത്ര രൂക്ഷമായ ഈ ഒരു വിഷയത്തെക്കുറിച്ച് അദ്ദേഹം ഗ്രേപ്പ് വൈനില് ലേഖനങ്ങളിലാണ് അത് എഴുതിയിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. എന്താണെങ്കിലും അത് നമ്മുടെ പിന്നെ പബ്ലിക് ഇൻഫർമേഷൻ വർക്ക് ബുക്കിൽ അതിൽ ചിലതൊക്കെ ചേർത്തിട്ടുണ്ട്. അത് പിന്നെ വായിക്കുന്നവർക്കും ആ പുസ്തകം ഉള്ളവർക്കും വായിച്ചാൽ മനസ്സിലാകും. യഥാർത്ഥത്തിൽ ആൽക്കഹോളിക്സ് അനോണിമസ് അനോണിമിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്. ഞാനിത് എയിൽ ആദ്യം വന്നപ്പം അനോണിമസ് എന്നുള്ള പേര് കേട്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇത് എന്തോ ഒരു രഹസ്യമായി ഉള്ള ഒരു കാര്യമാണെന്നൊക്കെ തോന്നി. പക്ഷേ ഈ പാരമ്പര്യങ്ങൾ വായിച്ചപ്പം, 12ാമത്തെ പാരമ്പര്യം വായിച്ചപ്പം, എല്ലാ ആത്മീയ ആശയങ്ങളുടെയും അടിസ്ഥാനം അനോണിമിറ്റിയാന്ന് പറഞ്ഞപ്പം എനിക്കതങ്ങ് മനസ്സിലായില്ല. ഇതിനകത്ത് എന്താ ഒരാൾ ഒളിച്ചിരിക്കുന്നതിനകത്ത് എന്താ ആത്മീയത ഇരിക്കുന്നു, അല്ലെങ്കിൽ ഒരാൾ അറിയപ്പെടാതിരിക്കുന്നതിനകത്ത് എന്താ ആത്മീയതയാ ഉള്ളതെന്നുള്ളൊരു സംശയം സ്വാഭാവികമായിട്ട് എനിക്ക് വന്നു. വളരെ കാലക്രമത്തിൽ ഒത്തിരി സമയമെടുത്ത് അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. അപ്പൊ ആൽക്കഹോളിക്സ് അനോണിമസ് അനോണിമിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ്. അതിൽ ഒന്നാമത്തെ കാര്യം, എയിൽ ആദ്യമായി എത്തുന്ന ഒരാള് നാണക്കേടിൽ നിന്ന് അയാളെ രക്ഷിക്കണം. അത് എന്തുകൊണ്ടാണത് അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചാൽ, നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ആദ്യം കുടിക്കാൻ പോയപ്പോൾ തലയെ മുണ്ടിട്ടാണ് പോയത്. കുടിക്കുന്നതിൽ നാണം കെട്ട ഏർപ്പാടാണെന്ന് അറിയാത്ത കുടിയന്മാർ ലോകത്തിലില്ല. അപ്പോൾ അയാൾ, അത്തരത്തിലുള്ള ഒരാൾ കുടി നിർത്താൻ വേണ്ടി ഒരു സ്ഥലത്തേക്ക് ചെല്ലുന്നു എന്ന് പറയുമ്പോൾ തന്നെ അത് മറ്റുള്ളവർ അറിയുന്നത് അയാളെ ഇഷ്ടപ്പെടുന്നില്ല. അപ്പം ഇതാണ് ആൽക്കഹോളിക്സ് അനോണിമസ് ആദ്യം അനോണിമിറ്റിയെ കുറിച്ച് മുമ്പോട്ട് വെക്കുന്ന ആശയം. അടുത്തത്, അത് കഴിഞ്ഞാൽ, ആ സ്റ്റേജ് കഴിഞ്ഞാൽ അടുത്തത്, ആൽക്കഹോളിക്സ് അനോണിമസിലെ അംഗങ്ങളെല്ലാം തുല്യരാണ്. അതായത് മദ്യാസക്തൻ പ്രസിദ്ധനാകരുത്. എല്ലാവർക്കും തുല്യ സ്ഥാനമാണ് എയിലുള്ളത്. നമ്മളെ ഭരിക്കുന്ന ഒരു സേവകരാന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഭരണകർത്താക്കളല്ല. അപ്പൊ ഒരു വ്യത്യാസവും അത് കാത്തു സൂക്ഷിക്കുന്നത്, അത് നിലനിർത്തുന്നത് ഈ അനോണിമിറ്റി എന്ന പാരമ്പര്യത്തിലൂടെയാണ്. അപ്പൊ ചുരുക്കം പറഞ്ഞാല്, അനോണിമിറ്റി എന്ന് പറയുമ്പോൾ അത് ആള് അറിയാതിരിക്കാനുള്ള ഒരു സൂത്രമായി നമ്മൾ ഉപയോഗിക്കുകയല്ല വേണ്ടത്, ആളാകാതിരിക്കാനുള്ള ഒരു തത്വമാണത്. കുടിയൻ പ്രസിദ്ധനാകരുത്. വളരെ ക്ലിയർ ആണ് പാരമ്പര്യത്തിൽ പറഞ്ഞിരിക്കുന്നു. പ്രസ്, റേഡിയോ, TV, ഇപ്പോഴാണ് ഇന്റർനെറ്റ് ഒക്കെ വന്നത്, ഈ തലങ്ങളിൽ നമ്മളുടെ പേര്, ഫോട്ടോ ഇവ നൽകരുത്. അത് നൽകിയാൽ അത് അനാമധേയത്വ ലംഘനമാണ്. ഇനി അടുത്ത ചോദ്യം, ഇത് ഏതറ്റം വരെ പോകാം എന്നുള്ളതിനകത്ത് ഒത്തിരി സംശയങ്ങൾ ഓരോ അംഗങ്ങൾക്കും ഉണ്ടാവും. ഇതിനകത്ത് ഏറ്റവും പ്രധാന കാര്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മളെപ്പോഴും പറയാനൊക്കെ വളരെ എളുപ്പമാണ് പല കാര്യങ്ങളും, പല തത്വങ്ങളും. ഞാനൊരു 19 വർഷം മുമ്പ് അത് ദൂരദർശൻ TV ഒക്കെ ഇറങ്ങിയ കാലത്ത് ദൂരദർശനിൽ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഡൽഹിയിലുള്ള ഒരു
പിന്നെ പത്രപ്രവർത്തകൻ എല്ലാ ദിവസവും വൈകുന്നേരം ഒരു 8 മണിയാകുമ്പോൾ ഒരു പ്രോഗ്രാം ഉണ്ട്. അതായത് ഗാർഹിക പീഡനത്തെക്കുറിച്ചാണ് ഇയാൾ അവതാരകൻ ക്ലാസ് എടുക്കുകയും ഉദാഹരണങ്ങൾ പറയുകയും ചെയ്യുന്നത്. അപ്പോൾ ഒത്തിരി പരിപാടികളൊന്നും ഇല്ലാത്തത് കാരണം ഞാൻ എപ്പോഴും അത് കാണുമായിരുന്നു. ഒരു ദിവസം ഞാൻ നോക്കുമ്പം ഞാൻ ഇത് കേൾക്കാൻ അല്പം രസമുണ്ട്. വളരെ നിർത്തി ഇംഗ്ലീഷും ഹിന്ദിയൊക്കെ ഇടകലർത്തിയിട്ടാണ് അദ്ദേഹം പരിപാടി അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്. ഒരു ദിവസം ഞാൻ നോക്കുമ്പോൾ ഈ പരിപാടി കാണുന്നില്ല. ഗാർഹിക പീഡനത്തെക്കുറിച്ച് ആണ് അദ്ദേഹം പലതരത്തിലുള്ള ഗാർഹിക കുട്ടികളും മുതിർന്നവരും ഒക്കെ അനുഭവിക്കേണ്ടി വരുന്ന പീഡനത്തെക്കുറിച്ചാണ് ഇയാൾ ഈ അവതാരകൻ അവതരിപ്പിക്കുന്നത്. അപ്പം ഇത് കാണാതെ ആയി കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു അത് നിർത്തിക്കോളുമായിരിക്കും എന്ന് വിചാരിച്ചു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പത്രത്തിനകത്തൊരു ന്യൂസ് കണ്ടു. ഇല്യാസ് എന്നാണ് അയാളുടെ പേര്. അദ്ദേഹം പോലീസ് അറസ്റ്റ് ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഭാര്യ ആശുപത്രിയിലാണ്. ഇദ്ദേഹം ഭാര്യനെ കുത്തിയിട്ട് ഭാര്യ ഹോസ്പിറ്റലിലും ഇയാൾ ജയിലിലുമാണ്. അതുകൊണ്ടാണ് ഈ പരിപാടി നിന്നു പോയതെന്നാണ് പത്രത്തിൽ ന്യൂസ് കണ്ടത്. അപ്പം ഞാൻ ഇത് പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചു, കാരണം ഇത്തരം ആശയങ്ങളൊക്കെ പറയാനൊക്കെ വളരെ എളുപ്പമാണ്. ഇത് പറയുന്നവരും പ്രചരിപ്പിക്കുന്നവരും ഉണ്ടാകാം. പക്ഷെ ഇത് നമ്മൾ തന്നെ കാത്തു സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം സ്വാഭാവികമായിട്ട് ഞാൻ ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ അനാമധേയത്തിലംഘനം നടത്തിയിട്ടുണ്ടോ എന്നൊക്കെ ഒരു ചോദ്യം സ്വാഭാവികമായിട്ടും വരും. ഞാൻ ഈ പാരമ്പര്യത്തിൽ പറയുന്ന രീതിയിൽ പത്രം, TV, റേഡിയോ, ടെലിവിഷൻ ഇത്തരം മാധ്യമങ്ങളിൽ എൻ്റെ പേരോ ഫോട്ടോയോ വരാതിരിക്കാൻ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. വന്നിട്ടില്ല എന്നാണ് എൻ്റെ വിചാരം ഒരിടത്തും. പക്ഷെ നമ്മൾ സംസാരത്തിൽ വ്യക്തിപരമായിട്ട് ചിലപ്പോഴൊക്കെ മറ്റുള്ളവരെ കുറിച്ച് പറയുമ്പം, ഗ്രൂപ്പിലെ അംഗങ്ങളെ കുറിച്ച് പറയുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഒരുതരം ചില ആളുകളെ ഹൈലൈറ്റ് ചെയ്യുന്നത് നല്ലതാണെന്ന് തോന്നി ചിലപ്പോഴൊക്കെ പറഞ്ഞു വന്നിട്ടുണ്ട്. അതിൽ ചില തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. അതെനിക്ക് മനസ്സിലായപ്പോഴൊക്കെ ഞാൻ തിരുത്താൻ ശ്രമിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഈ രണ്ട് ഫേസ് ഇതിനുണ്ട്. ഒന്ന്, ഒരു വ്യക്തി നാണക്കേടിൽ നിന്ന് രക്ഷപ്പെടാനായി അനാമധേയത്വം അദ്ദേഹം ഉപയോഗിക്കുന്നു. രണ്ട്, അയാൾ പ്രസിദ്ധരാകാതിരിക്കാൻ വേണ്ടി അതൊരു ആത്മീയ തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ അയാൾ അറിയപ്പെടാതിരിക്കാൻ വേണ്ടി അയാൾ ശ്രമിക്കുന്നു. അപ്പം ഇത് രണ്ടാണ് യഥാർത്ഥത്തിൽ അനോണിമിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇത് പറയുമ്പോൾ ഈ അനാമധേയത്വം എന്ന് പറയുന്ന കാര്യം വളരെ സൂക്ഷ്മമായി നമ്മൾ ഇത് ആരും അറിയാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അനോണിമസ് ആയിട്ട് ഇരിക്കണം എന്നൊന്നും പറയുമ്പോൾ അതിനൊരു പരിമിതിയുണ്ട്. അത് ഡോക്ടർ ബോബ് തന്നെ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. മറ്റൊരു മദ്യാസക്തന് കണ്ടെത്താനാവാത്ത വിധം നിങ്ങൾ ഒളിച്ചിരിക്കരുത്. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അദ്ദേഹം മരിക്കാറായപ്പോൾ ഞങ്ങൾ ഒരു ചെറിയൊരു ഫലകം ഉണ്ടാക്കി നിങ്ങളുടെ കല്ലറയിൽ ഒന്ന് വെച്ചോട്ടെ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, എന്തിനാ മക്കളെ, മറ്റുള്ള മദ്യാസക്തരെ പോലെ തന്നെ ഞാനും കിടന്നോളാം എന്ന് അദ്ദേഹം പറയുകയാണ് ചെയ്തത്. അത് അനാമധേയത്വത്തിൻ്റെ ശരിക്കുള്ളൊരു എക്സാമ്പിളാണ്. നമുക്കറിയാം ഇപ്പോഴും ബിൽ ഡബ്ല്യുവിൻ്റെയും ബോബിൻ്റെയും കല്ലറയിൽ എയുടെ പേരൊന്നും അവിടെ എഴുതി വെച്ചിട്ടില്ല. അപ്പോൾ പക്ഷെ നമ്മൾ എനിക്കൊരു അനുഭവം ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഒരു സുഹൃത്ത് കല്യാണമായപ്പോൾ ഇയാളൊരു 6-7 വർഷം സോബറാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഈ കല്യാണമൊക്കെ ആലോചിച്ച് വരുമ്പോൾ ഞാൻ മെമ്പറാന്നൊക്കെ പറയും. അപ്പം ഇത് പണ്ടാണ്ട് പറഞ്ഞ പോലെ ഈ ഒരു പഴഞ്ചൊല്ലുണ്ട്, അപ്പം പത്താഴത്തിനും ഇല്ല എന്ന് പറയുന്ന പോലെ, കുടിക്കുമോ എന്ന് ചോദിച്ചെങ്കിൽ പറഞ്ഞാൽ പോലെ ഇതൊക്കെ. അപ്പം അയാൾക്കത് മനസ്സിലായി. പിന്നീട് അദ്ദേഹത്തിൻ്റെ കല്യാണമൊക്കെ നടന്നു. 1-2 കല്യാണമൊക്കെ മുടങ്ങിപ്പോയതിന് അദ്ദേഹം വളരെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. എന്താണെങ്കിലും കല്യാണമൊക്കെ നടന്നു കഴിഞ്ഞപ്പം ഇയാൾ തീരുമാനിച്ചെന്നു പറഞ്ഞാൽ ഭാര്യയോട് പറയണ്ടെന്ന് ഇയാൾ തീരുമാനിച്ചു. ഇയാളൊരു മദ്യാസക്തനാണെന്നും ഇയാളിപ്പോൾ AA മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നുണ്ടെന്നും ഉള്ള കാര്യം ഭാര്യയോട് പറയണ്ടെന്ന് അദ്ദേഹം തീരുമാനിച്ചു. ഇപ്പോൾ 2-3 വർഷം കഴിഞ്ഞു. 2-3 വർഷം കഴിഞ്ഞ് കഴിഞ്ഞപ്പം പുള്ളിക്കാരൻ എന്നെ വിളിച്ചു. ആകെ ഒരു പ്രശ്നമുണ്ട്, എന്താണെന്ന് ചോദിച്ചു. അതായത് വൈകുന്നേരം ഈ 7 മണിയാകുമ്പം നിങ്ങൾ എവിടെയാണ് പോകുന്നതെന്ന് വിളി ചോദിക്കാൻ തുടങ്ങി. അവസാനം ഞാൻ എവിടെയാണ് പോകുന്നതെന്ന് പറഞ്ഞില്ല. അപ്പോൾ അവളിപ്പോൾ പറയുന്നത് ഞാൻ ഏത് പെണ്ണുങ്ങളുടെ അടുത്ത് പോകുന്നതെന്നാണ് പറയുന്നത്. അങ്ങനെ ഭയങ്കര പ്രശ്നമായെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ
ഒരു മദ്യാസക്തനാണ്. മദ്യപാനാസക്തി ഒരു രോഗമാണ്. നമുക്കൊരു രോഗമുണ്ടെങ്കിൽ നമ്മളത് കുടുംബാംഗങ്ങളോട് പറയണം, നമ്മൾ നമ്മുടെ അടുത്ത സുഹൃത്തുക്കളോട് പറയണം, നമ്മുടെ ജോലി സ്ഥലത്ത് പറയണം. അപ്പൊ നമ്മുടെ ഒരു ഫാമിലി സർക്കിൾ ഉണ്ട്, അവിടെയൊക്കെ നമ്മൾ പറയണം. കാരണം ഇത് ആരോടും പറയാതിരുന്നു കഴിഞ്ഞാൽ, ഇപ്പൊ എൻ്റെ അയലോക്കത്തുള്ള ആള് ആൽക്കഹോൾ സരോഡമസിനെ കുറിച്ച് അറിയാതെ അയാൾ കുടിച്ച് മരിച്ചാൽ അതിന് ഉത്തരവാദി ഞാനാണ്. കാരണം നമ്മൾ ഒളിച്ചിരിക്കുക എന്നുള്ളതല്ല അതിനകത്തുള്ള ഒരു പിന്നെ അനോണിമിറ്റി എന്ന് പറഞ്ഞാൽ. നമ്മൾ പ്രസിദ്ധനാകരുത്, അതാണ് പ്രധാനം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒത്തിരി അനുഭവങ്ങൾ പിന്നെ നമ്മുടെ ചരിത്രത്തിലും എഐയിലും ബുക്കിലും കംസ് ഓഫ് ഏജിലും ഒക്കെ ഒത്തിരി എക്സാമ്പിൾസ് ഉണ്ട്. കാരണം ഒരു പ്രത്യേക ഘട്ടം വന്നപ്പം ഈ അനോണിമിറ്റി എന്നൊക്കെ പറഞ്ഞ് നാണക്കേട് കൊണ്ട് പറയാതിരിക്കുന്നതാണ്, ഞങ്ങൾക്കത് പ്രശ്നമില്ല, ഞങ്ങൾ പുറത്ത് ധൈര്യമായിട്ട് പറയാൻ പോവാന്നൊക്കെ പറഞ്ഞ് അനാമധേയത്തെ ലംഘനങ്ങളൊക്കെ നടത്തിയ ഒത്തിരി സംഭവങ്ങളുണ്ട്. പക്ഷെ അതൊന്നും ഉദ്ദേശിച്ച ഫലം ചെയ്തില്ല. മാത്രമല്ല, വളരെ പ്രഗത്ഭരായ ആളുകൾ, വളരെ സെലിബ്രിറ്റീസ് ഒക്കെ പലരും എഐയിൽ വന്നു കഴിഞ്ഞപ്പോൾ പലരും അവരെ ഇത് പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. അതത്ര വിജയിച്ചില്ല. പക്ഷെ പലരും വളരെ പിന്നെ ആത്മാർത്ഥതയോടെ അനാമധേയത്വം കാത്തു സൂക്ഷിച്ചവരുമുണ്ട്. ഇതൊക്കെ ആൽക്കഹോൾ അനോണിമസിന്റെ ആദ്യകാലത്ത് നടന്ന സംഭവങ്ങളാണ്. അപ്പൊ നമ്മള് പിന്നെ യഥാർത്ഥത്തില് ഈ ആത്മീയതയുടെ അടിത്തറയാണ് അനാമധേയത്വം എന്ന് പറയുമ്പം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ നമ്മള് പിന്നെ ആളാകാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്തും പലപ്പോഴും നമ്മൾ മീറ്റിങ്ങിലൊക്കെ കാണാറുണ്ട്. നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടി അല്ലെങ്കിൽ ഒരു 5-8 പ്രാവശ്യം ഒക്കെ പോയി കാണുകയും പിന്നെ 12-ാം പടി പ്രവർത്തനമൊക്കെ ചെയ്ത് മീറ്റിങ്ങിലൊക്കെ ആളുകൾ വരുമ്പം നമ്മളെ രക്ഷിച്ചതെന്നൊക്കെ ചിലപ്പോൾ നമുക്ക് തോന്നും, നമ്മൾ ആണ് അവനെ കൊണ്ടുവന്നു എന്നൊക്കെ നമുക്ക് തോന്നാറുണ്ട്. നമ്മളെപ്പോഴും പിന്നെ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പിന്നെ നമ്മളൊരിക്കലും അത്തരത്തിലുള്ള പ്രകടനങ്ങൾ നടത്തുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് മറ്റുള്ളവർ എടുക്കുന്നത് നമ്മൾ കാണേണ്ടി വരും. അപ്പം അനാമധേയത്വം എന്ന് പറയുന്നത് അതിനകത്തൊരു ഒരു ആത്മീയ അടിത്തറയുണ്ട്. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വലിയ പ്രസക്തിയൊന്നുമില്ല. നമ്മൾ വലിയ ആളാകാനോ അല്ലെങ്കിൽ നമ്മൾ അറിയപ്പെടാനോ നമ്മളാണിത് ചെയ്തതെന്ന് പിന്നെ മറ്റുള്ളവർ അറിയാനോ ഒന്നും നമ്മൾ ഇട നൽകണ്ട. പിന്നെ നമ്മൾ അനാമധേയത്വം എന്ന് പറയുന്നത് അറിയപ്പെടാതിരിക്കുക എന്നുള്ള ഒരു തത്വം തന്നെയാണ്. ഒരു വളരെ പ്രസിദ്ധമായ ഒരു കഥയുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പിന്നെ നമുക്കെല്ലാവർക്കും അറിയാം, ഈ റെഡ് ക്രോസ് സംഘടന രൂപീകരിച്ചത് ഹെൻറി ഡുനാന്റ് എന്ന് പറയുന്ന ഒരാളാണ്. അദ്ദേഹം ഒരു ധനികനായ മരക്കച്ചവടക്കാരൻ്റെ മകനായിരുന്നു. അദ്ദേഹം നെപ്പോളിയനെ കാണാൻ വേണ്ടിയിട്ട് വളരെ യാദൃച്ഛികമായ ഒരു സ്ഥലത്ത് ഓസ്ട്രേലിയയിൽ എവിടെയോ പോയപ്പോൾ അവിടെ ഒരു യുദ്ധം നടക്കുന്നതുകൊണ്ട് അയാൾക്ക് കാണാൻ പറ്റാതെ പോയി. അപ്പം പെട്ടെന്ന് അയാൾ നേരം വെളുത്ത് നോക്കുമ്പം ഒരു മലഞ്ചെരിവിൽ ഈ ആളുകളൊക്കെ ഇങ്ങനെ മുറിവേറ്റ് കിടക്കുന്നതാണ് കണ്ടത്. പെട്ടെന്ന് അദ്ദേഹം പുറത്തിറങ്ങി, കാശുള്ള ആളാണ്, ഇഷ്ടംപോലെ പൈസയുണ്ട്, കാശൊക്കെ ഉണ്ടാക്കി അയാൾ കുറേ ആൾക്കാരെ എല്ലാം കൂട്ടി അവർക്ക് മരുന്ന് കൊടുക്കുകയും അങ്ങനെയൊക്കെ ചെയ്തു. ഇയാൾ ചെയ്യാറുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇയാളുടെ അമ്മ ഇയാളെ അനാഥാലയങ്ങളിലും ആതുരാലയങ്ങളിലും ഇയാളെ കൊണ്ടുപോകുമായിരുന്നു. അങ്ങനെ എനിക്ക് തോന്നുന്നു 1947 എനിക്ക് തോന്നുന്നു, 49-ലോ 47-ലോ 48-ലോ മറ്റേ ജനീവ കൺവെൻഷനിൽ 9 രാഷ്ട്രങ്ങൾ ഈ റെഡ് ക്രോസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു കരാറിൽ ഒപ്പുവെച്ചു. എന്ന് പറഞ്ഞാൽ റെഡ് ക്രോസ് എന്ന് പറയുന്ന പ്രസ്ഥാനം ലോകവ്യാപകമായി അംഗീകരിക്കപ്പെട്ടു. പല രാജ്യങ്ങളും അതിനകത്ത് സൈൻ ചെയ്തു. പിന്നെ ആരും ഹെൻറി ഡുനാന്റിനെ കണ്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ പണം മുഴുവനും അദ്ദേഹം റെഡ് ക്രോസിന് വേണ്ടി ചെലവഴിച്ചു. അദ്ദേഹത്തെ പിന്നെ ആരും കണ്ടിട്ടില്ല. കുറേ വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തെ ഒരു അനാഥാലയത്തിൽ വെച്ചിട്ട് പത്രപ്രവർത്തകൻ കണ്ടു. അപ്പം ചോദിച്ചു, നിങ്ങൾ ഈ റെഡ് ക്രോസ് സ്ഥാപിച്ച ഡുനാന്റ് അല്ലേ എന്ന് ചോദിച്ചു. അതെ. നിങ്ങളെന്താ ഇവിടെ ഇരിക്കുന്നത്? അതെ, എനിക്കിവിടെ സുഖം, അതുകൊണ്ട് ഞാൻ ഇവിടെ ഇരിക്കുന്നു. അല്ല, നിങ്ങൾ ലോകത്തിന് മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നില്ലേ? ഇല്ല, ഞാനത് ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഉദ്ദേശിച്ച കാര്യം നടന്നു. എനിക്കത് ലോകത്തിന് മുമ്പിൽ ഇനി പ്രത്യക്ഷപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതൊരു അനോണിമിറ്റിയുടെ ഒരു ഉത്തമ ഉദാഹരണമാണിത്. നമുക്കറിയാം റെഡ് ക്രോസിൻ്റെ തത്വങ്ങൾ എന്താണെന്ന്. അതായത് സത്യം, സമത്വം, സാഹോദര്യം, പിന്നെ അങ്ങനെയൊക്കെയുള്ള ചില ആശയങ്ങൾ, എയുടെ ആശയങ്ങളുമായിട്ട് പൊരുത്തപ്പെടുന്ന ചില ആശയങ്ങളാണ് റെഡ് ക്രോസിൻ്റെ ആശയങ്ങൾ. അപ്പം ചുരുക്കത്തിൽ ഈ അനോണിമിറ്റിയെ കുറിച്ച് നമ്മൾ പറയുമ്പം ഒന്നാമത്തെ കാര്യം, പിന്നെ നമ്മളിതിൻ്റെ ഒരു ഏതറ്റം വരെ പോകാം എന്നുള്ള ചില പിന്നെ സംശയങ്ങൾ എല്ലാവർക്കും തോന്നും. ചെറിയൊരു പഞ്ചായത്തിൽ ഒരു 10-100 അംഗങ്ങൾ അല്ലെങ്കിൽ ഒരു
പിന്നെ മീറ്റിംഗ് വിളിച്ചിട്ട് എയെ കുറിച്ച് പറയാൻ വേണ്ടി ഒരാളെ വിളിക്കുന്നു. മെമ്പർമാരും ചില ആശാ വർക്കർമാരും ഒക്കെ ആയിട്ട് 100-150 ആളുകളുണ്ട്. അപ്പോൾ ഒരു ഹാളിൽ വെച്ച് ആൽക്കഹോൾസ് അനോണിമസിനെ കുറിച്ച് സംസാരിക്കാൻ പറയുന്നു. അപ്പോൾ അവിടെ നിങ്ങളുടെ പേര് വെളിപ്പെടുത്താവോ, നിങ്ങളൊരു മദ്യാസക്തനാണെന്ന് പറയാവോ? പറയാമെന്നാണ് എൻ്റെ അഭിപ്രായം. പറയാലാന്ന് ആരെങ്കിലും പറയുവാണെങ്കിൽ പറയണമെന്ന് പറയാൻ ഞാനാണല്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനൊരു മദ്യാസക്തനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ആൽക്കഹോൾസ് അനോണിമസിനെ കുറിച്ചിട്ടുള്ള വിവരണത്തിന് കുറച്ചും കൂടി എഫക്റ്റീവ് ആകുന്നത് എന്ന് വിചാരിച്ചിട്ട് എൻ്റെ മുഴുവൻ അഡ്രസ്സും പേരും പിന്നെ എൻ്റെ ഡേറ്റ് ഓഫ് ബർത്തും ഡേറ്റായും ഒന്നും ബയോഡേറ്റായും ഒന്നും അവിടെ പറയണമെന്നല്ല ഞാൻ പറയുന്നത്. ജസ്റ്റ് പേര് പറയാം. മിക്കവാറും എന്നെ അറിയുന്ന ആളുകളായിരിക്കുമല്ലോ ഇവിടെ അടുത്ത പ്രദേശങ്ങളിലൊക്കെ ഉള്ളവർ. അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിൽ ഒരു അവസരം കിട്ടുമ്പം നമ്മൾ അനോണിമിറ്റിയുടെ പേര് പറഞ്ഞ് നാണക്കേട് കൊണ്ട് നമ്മൾ ഒളിച്ചിരിക്കരുത്. എയിൽ വരുമ്പം ഒരാൾക്ക് ആദ്യമായി വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അതൊരു ആവശ്യമാണ്. പക്ഷേ എയിലെത്തി ആൽക്കഹോൾസ് അനോണിമസിൻ്റെ ആശയങ്ങളുമായി പൊരുത്തപ്പെട്ട് ആ പുതിയ ജീവിത രീതി സ്വീകരിച്ചതിന് ശേഷം ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്കൊരു രോഗമുണ്ട് എന്ന് പറയുന്നതിനകത്ത് നാണക്കേടില്ല. മദ്യപാനാസക്തി ഒരു രോഗമാണ്. അതെനിക്കൊരു രോഗമുണ്ടെന്ന് പറയുന്നതിനകത്ത് നാണക്കേട് വിചാരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അത് അവസരം കിട്ടുമ്പോഴത് നമുക്ക് പറയാൻ സാധിക്കും. അതെവിടെയായാലും, നിങ്ങൾ ജോലി സ്ഥലത്തായാലും പിന്നെ ഏത് സ്ഥലത്താണെങ്കിലും ഒരവസരം കിട്ടിയാൽ മറ്റ് മദ്യാസക്തരെ സഹായിക്കാനുള്ള ഒരു 12-ാം പടി പ്രവർത്തനം എന്ന നിലയിൽ പിന്നെ നിങ്ങളുടെ അനാമധേയത്വം, അത് അനാമധേയത്വ ലംഘനമല്ല ശരിക്കും, അത് കൃത്യമാണ്. കാരണം നമ്മൾ TV, അതുപോലെ തന്നെ റേഡിയോ, പത്രം, അത്തരം മാധ്യമങ്ങളിൽ നമ്മൾ നമ്മുടെ പേരോ അല്ലെങ്കിൽ നമ്മുടെ ഫോട്ടോയോ പ്രസിദ്ധപ്പെടുത്തരുതെന്നാണ് പറയുന്നത്. അല്ലാതെ പിന്നെ ചെറിയൊരു പള്ളിയിൽ ഒരു വിശ്വാസികളുടെ ഒരു യോഗത്തിലോ അല്ലെങ്കിൽ ഒരു പഞ്ചായത്തിലോ ഒരു മീറ്റിങ്ങിലോ അല്ലെങ്കിൽ ഒരു സ്കൂളിൽ ഒരു PTA മീറ്റിങ് അല്ലെങ്കിൽ കുട്ടികളും ഉണ്ടായിക്കോട്ടെ, അങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മൾ നമ്മുടെ ആ സാഹചര്യത്തിനനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ നമുക്ക് പറയാതിരിക്കാം. ഏതാണ് നല്ലത് എന്ന് അത് പറയുന്ന ആൾ തീരുമാനിക്കണം. മദ്യാസക്തനാണെന്ന് പറയുന്നതാണോ പറയാതിരിക്കുന്നതാണോ? പക്ഷെ നാണക്കേട് കൊണ്ട് നമ്മൾ മിടുക്കനാകാൻ വേണ്ടിയിട്ട് പറയാതിരിക്കുന്നതിനോട് എനിക്ക് അത്ര യോജിപ്പൊന്നുമില്ല. കാരണം ഒരു മദ്യാസക്തനാണ്, എനിക്കൊരു രോഗമുണ്ട് എന്ന് പറയുന്നത് ഫലപ്രദമാണെന്ന് കണ്ടാൽ അത് പറയുന്നത് തന്നെയാണ് നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം എന്താണെങ്കിലും പിന്നെ ഇതൊക്കെ തന്നെയാണ് അനോണിമിറ്റിയെ കുറിച്ച് എൻ്റെ മനസ്സിൽ ഇപ്പൊ തോന്നിയ ആശയങ്ങൾ. സമയമായി എന്നാണ് എനിക്ക് തോന്നുന്നത്. 17 ആയിട്ടുള്ളൂ അല്ലേ? ഓക്കെ. എന്താണെങ്കിലും ഇനിയിപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ അനോണിമിറ്റി എന്ന് പറയുന്ന ഒരു വിഷയത്തിനകത്ത് ഇച്ചിരി കോംപ്ലിക്കേഷൻ ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിനൊരു അതിർത്തി വരമ്പ് ഒന്നും കൃത്യമായിട്ടൊരു ബോർഡ് ലൈൻ ഒന്നും വരയ്ക്കാൻ പറ്റിയല്ല. പക്ഷെ ചുരുക്കം ഇതാണ്, ഒരു കുടിയൻ അയാൾ പ്രസിദ്ധനാകാൻ ശ്രമിക്കരുത്. അല്പം പിന്നെ എന്താ പറയുക, നമ്മൾ ശൂന്യനാകുക എന്നൊക്കെ പറയുന്നൊരു പിന്നെ അവസ്ഥയുണ്ട്. അത്തരത്തിലേക്ക് നമ്മൾ മാറുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണെങ്കിലും എന്നെ ശ്രമിച്ച നിങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുവാണ്. മാഷെ ഒന്നും കൂടി അതും കൂടി ആയാലും ക്ലിയർ ആവും. പിന്നെ നമ്മളിപ്പോ പുതുമക്കാർക്ക് അവരെ അനോണിമിറ്റി ഉറപ്പ് കൊടുക്കണം എന്ന് പറയുന്നുണ്ടല്ലോ, അതൊന്ന് വ്യക്താക്കി പ്ലീസ് സാർ. അപ്പൊ ശരിയാവും. പുതുമക്കാരൻ വന്നാൽ അവന്റെ അനോണിമിറ്റി നമ്മൾ ഉറപ്പ് കൊടുക്കണം എന്ന് പറയുന്നുണ്ടല്ലോ ഗ്രൂപ്പിൽ. അതായത് ഈ ഒരു പുതുമക്കാരനായിട്ടുള്ള ഒരാൾ AI വന്നാൽ ആദ്യം തന്നെ അനോണിമിറ്റിയെ കുറിച്ചിട്ട് അദ്ദേഹത്തിനോട് സംസാരിക്കണം. എന്താണ് അനോണിമിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്താണ് അനോണിമിറ്റി? അതുപോലെ തന്നെ അയാളുടെ ഒത്തിരി ഡീറ്റെയിൽ ഒന്നും കയറി ചോദിക്കാൻ നിൽക്കരുത്. അയാൾക്ക് ഇഷ്ടമുള്ള സമയത്ത് അയാൾ ഇങ്ങോട്ട് പറഞ്ഞോളും. അതായത് നമ്മളൊന്നും പിന്നെ എന്താ പറയുക, ബോബിൻ്റെ ഒരു ഡയലോഗുണ്ട്, നമ്മളൊന്നും കൊട്ടിഘോഷിക്കരുത്. ഇപ്പോൾ ഇപ്പം നമ്മുടെ പള്ളിയിലെ അച്ഛൻ ഒരാൾ മീറ്റിങ്ങിന് വന്നു എന്നിരിക്കട്ടെ, ഒരു പുരോഹിതനാണ് അദ്ദേഹം ഇതുവരെ ഒരു പുരോഹിതനും പിന്നെ നമ്മുടെ പ്രദേശത്ത് മീറ്റിങ്ങിന് വന്നിട്ടില്ല. നമ്മളിപ്പോൾ ഈ പുരോഹിതൻ വന്നു പിറ്റേ ദിവസം നമ്മൾ എല്ലാവരെയും ഫോൺ ചെയ്ത് പറയുകയാണ്, എടാ അച്ഛൻ വന്ന് മീറ്റിങ്ങിന്. സത്യത്തിൽ ഒരാൾ അങ്ങനെ
ഒരു പുരോഹിതനായ ഒരാൾ മീറ്റിങ്ങിന് വന്നു കഴിഞ്ഞാൽ നമ്മളത് ഒരുപക്ഷെ നമ്മൾ പോലും അറിയണമെന്ന് നിർബന്ധമില്ല. നമ്മളത് പുറത്ത് ആരോടും പറയാതിരിക്കുക. അപ്പൊ ഈ പുതുമക്കാരൻ്റെ അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് ഈ തൽക്കാലം ഇയാൾ മീറ്റിങ്ങിന് പങ്കെടുത്ത വിവരം അവിടെയുള്ള ആ ആളുകളല്ലാതെ വേറെ ആരും അറിയലാന്ന് അദ്ദേഹത്തിന് ഉറപ്പ് കൊടുക്കുക എന്നുള്ളതാണ്. ഞാനിപ്പോ ഈ ആദ്യകാലത്ത് മീറ്റിങ്ങിന് പോയത് ഒരു പള്ളി സ്കൂളിലാണ് മീറ്റിംഗ് നടത്തിക്കൊണ്ടിരുന്നത്. ഞാൻ പള്ളി കയറാത്ത ആളാ. തിങ്കളാഴ്ച വൈകുന്നേരം നിങ്ങൾ എങ്ങോട്ടായി പോകുന്നതെന്ന് എന്നോട് ആൾക്കാർ ചോദിക്കുമായിരുന്നു. അപ്പൊ ഞാൻ അല്പം ഒരു വേറൊരു വഴിക്കോടെ കയറി മീറ്റിങ്ങിന് പോകുമായിരുന്നു. കാരണം ഈ നാണക്കേട് കൊണ്ട്. അപ്പൊ അത് നമ്മൾ കുറച്ചു കാലത്തേക്ക് ഉണ്ടാവും. അപ്പൊ ആ ഒരു ഉറപ്പ് നമ്മൾ പുതുമക്കാരന് കൊടുക്കണം. ആ മീറ്റിങ്ങിൽ പങ്കെടുത്തവരല്ലാതെ വേറെ ആരും ഈ നിങ്ങൾ ഇവിടെ വന്ന വിവരം അറിയല. അത് അയാൾക്കൊരു ഗ്യാരണ്ടി കൊടുക്കുന്നു. ഓക്കെ. എനിക്ക് 2 സംശയമുണ്ട്. ഒരു സംശയം ഒരാൾക്ക് കലീലിക്കാത്താക്ക് ഒരു സംശയം എന്ന് വെച്ചാല് നമുക്ക് നമ്മുടെ അനോണിമിറ്റി ബ്രേക്ക് ചെയ്യാൻ പറ്റില്ലേ? അതായത് എനിക്ക് എന്റെ അനോണിമിറ്റി ബ്രേക്ക് ചെയ്യണതിന് കുഴപ്പമുണ്ട്. അതായത് ഇപ്പൊ ഒരു പൊതുവേദിയിലല്ല, അപ്പൊ കുറെ പേര് കൂടി നിൽക്കുമ്പോ ഞങ്ങളെല്ലാവരും ഏകാരാണെന്ന് പറയാതെ എനിക്ക് വേണമെങ്കിൽ എന്റെ അനോണിമിറ്റി ബ്രേക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ഓരോ വ്യക്തികൾക്ക് അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം അവനവന്റെ അനോണിമിറ്റി ബ്രേക്ക് ചെയ്യാൻ പറ്റില്ലേ? അല്ല, നമ്മളത് ക്ലിയർ ആണ്. അതായത് പത്രം, TV, റേഡിയോ, ഇന്റർനെറ്റ്, ഈ തലത്തിൽ നമ്മൾ പ്രസിദ്ധനാകുക. നിങ്ങൾ അവിടെ പ്രസിദ്ധനാകുവോ 4 ആളോട് പറഞ്ഞാല്? അല്ല, ഒരാളോട് പറയാൻ വേണ്ടിയിട്ട്, മറ്റൊരാൾക്ക് സന്ദേശം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. അതെ, ഞാൻ കാഞ്ഞിരപ്പള്ളിയിൽ ഒരു കല്യാണത്തിന് പോയി. കല്യാണത്തിന് പോയി കല്യാണം കഴിഞ്ഞ് അന്ന് ഞാൻ അവിടെ താമസിച്ചു. കല്യാണമൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ അവിടെ ആൾക്കാർ വെള്ളവടി തുടങ്ങി. എല്ലാവർക്കും ഒരുതരം പൂസായി കഴിഞ്ഞപ്പം ഇത് മോശമാണെന്ന് 1-2 പേര് പറയാൻ തുടങ്ങി. അപ്പോൾ ഒരുത്തൻ ചോദിച്ചു, നിർത്താൻ വല്ല പരിപാടി ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, നിർത്താൻ പരിപാടി ഉണ്ട്, കുടി നിർത്താം. അപ്പം അതിനകത്ത് ഒത്തിരി പൂസില്ലാത്ത കുറച്ച് പേരുണ്ട്, കുറച്ച് പേര് പൂസായി വീണ് ഉടക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നിർത്താൻ പരിപാടി ഉണ്ട്. നിർത്താൻ താല്പര്യം ഉണ്ടെങ്കിൽ ആൽക്കഹോൾസ് അനോണിമസ് ഒരു പരിപാടിയുണ്ട്, എന്നാണ് അതിൻ്റെ ചുരുക്കപ്പേര്. ഞാനതിലൊരു അംഗമാണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ചാൽ മതി. ഞാൻ നമ്പർ കൊടുത്തു. അവിടെ 10-30 ആളേ ഉള്ളൂ. അതൊരു വീട്ടിലല്ലേ, ഒരു സ്ഥലത്തല്ലേ. ഓക്കെ. അപ്പൊ അടുത്ത ചോദ്യം ഇതാണ്. ഞാനൊരു 3-5 വർഷം മുമ്പ് നമ്മുടെ കോഴിക്കോട്ടുള്ള നമ്മുടെ ഒരു സീനിയർ ആയിട്ടുള്ള ഒരാള് യൂട്യൂബിൽ അദ്ദേഹത്തിന്റെ ഒരു ഷെയറിംഗ് ഇട്ടു. ഷെയറിംഗ് എന്ന് വെച്ചാൽ കുറിച്ച് പറയുന്നത്. അപ്പൊ അതിനകത്തൊക്കെ അതിന്റെ അടിയിൽ വന്ന കമന്റുകൾ, നിങ്ങൾക്ക് അനോണിമിറ്റി അറിയില്ലേ, നിങ്ങൾ അനോണിമിറ്റി പാലിക്കുന്നില്ലേ, നിങ്ങൾ അനോണിമസ് അല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ടുള്ളതാണ്. അതായത് അയാളെ അങ്ങനെ പേര് മാത്രം, ഫസ്റ്റ് നെയിം മാത്രം പറഞ്ഞിട്ടുള്ള അതിനകത്ത്. പക്ഷെ ഞാൻ ആ ഒരു യൂട്യൂബ് വഴി 2-3 പേര് നമ്മുടെ AI എത്തിയിട്ടുണ്ട്, എനിക്ക് നേരിട്ടറിയാം. അപ്പോ പലരും അനോണിമിറ്റി തെറ്റിദ്ധരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളൊന്നും മിണ്ടരുത്, ഒന്നും മിണ്ടാണ്ട് ഇങ്ങനെ ഇരിക്കുക, പുതിയ ആൾക്കാരോട് പോലും ഇത് പറയരുത്, പുതിയ ആൾ വന്നാൽ പോലും മിണ്ടരുത്. ഇവിടെ തന്നെ ഒരു പുതിയ ആൾ വന്നപ്പോൾ ഓരോ ദിവസം ഒരു 1/2 മണിക്കൂർ അനോണിമിറ്റിയെ പറ്റി അയാളോട് പറഞ്ഞു. പക്ഷെ അയാൾ പിറ്റേ ദിവസം പോലും വന്നില്ല. അയാൾക്ക് എന്തോ വലിയ കേസാണ് അതെന്ന് വിചാരിച്ച് പുള്ളി ആകെ പേടിച്ചു പോയി, അനോണിമിറ്റിയുടെ അത്ര ശക്തമായ വിവരണം കേട്ടപ്പോഴേ. അപ്പൊ ഈ നമ്മൾ ചെയ്യുന്നത് വളരെ ചെറിയ കാര്യങ്ങളാണ്, ചുരുക്കം കാര്യങ്ങൾ നമ്മൾ ചെയ്യണുള്ളൂ. കാരണം അതിൽ തന്നെ നമ്മുടെ മെമ്പേഴ്സിന്റെ നമ്പർ നോക്കിയാൽ തന്നെ അറിയാം. അപ്പൊ ഏതെങ്കിലും ഒരാൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ ആദ്യത്തെ കമന്റ് അതായിരിക്കും, അനോണിമിറ്റി. അതിനെപ്പറ്റി മാഷിനോടൊന്ന് പറയാം, മാഷ് പറയാം. അല്ല, ഇത് ഈ യൂട്യൂബില് കുറിച്ച് സംസാരിച്ച ആരാന്ന് നിങ്ങൾക്കറിയാവോ? എനിക്കറിയാം, കാരണം ഞാൻ AI മെമ്പർ ആണല്ലോ, എന്റെ സീനിയർ ആയതുകൊണ്ട് എനിക്കറിയാം. പക്ഷെ മറ്റൊരാള്, അത് കേൾക്കുന്ന ഒരാൾ ഈ ലോകത്ത് അറിയാൻ പോണില്ല അയാൾ ആരാന്ന്. വേറെ ആർക്കും മനസ്സിലാകുകയല്ലോ. അയാളുടെ ശബ്ദം അറിയാവുന്നതുകൊണ്ട്, അല്ലെങ്കിൽ അയാളുടെ ശൈലി അറിയാവുന്നതുകൊണ്ട്, നിങ്ങൾ ഒരു മെമ്പർ ആയത് കാരണം നമുക്കറിയാം. അപ്പൊ ഞാനും ഇപ്പൊ എന്റെ ശബ്ദം, മാഷിന്റെ ശബ്ദം കേട്ടാൽ നമുക്ക് രണ്ടും കലീലിക്കയുടെ ശബ്ദം കേട്ടാൽ നമുക്കറിയാം കലീലിക്കയാണ്. ഏത് ഉറക്കത്തിലും നമുക്കറിയാൻ പറ്റും. അത് നമ്മൾ ബന്ധങ്ങളുള്ളതുകൊണ്ടാണ്. ഒരു ബന്ധമില്ലാത്ത ഒരാൾ എങ്ങനെയാ അത് അറിയത്തില്ലല്ലോ, ആരാന്ന് അറിയത്തില്ല. അത് അനോണിമിറ്റി ബ്രേക്ക് അല്ല. കോഴിക്കോട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ചൊരു പരിപാടി നടത്തി. ഇപ്പൊ പത്രക്കാര് ഒരാൾ വന്ന് ഇതെന്ത് പരിപാടിയാന്ന് ചോദിച്ചു. അപ്പൊ എൻ്റെ അടുത്ത് 1-2 സീനിയർ ആയിട്ടുള്ള വളരെ സർവീസിലൊക്കെ ഉള്ള 1-2 പേര് എൻ്റെ ചുറ്റും, അയ്യോ അത് അനോണിമിറ്റി ലംഘനമാണ്, ഞങ്ങൾക്ക് അത് പറയത്തില്ല എന്ന് പറഞ്ഞു. അതെന്ത് വർത്താനം അത്? കാരണം അയാൾ ചോദിച്ചത് നിങ്ങളുടെ പേരെന്താ, നിങ്ങളുടെ അഡ്രസ് എന്താ, നിങ്ങളുടെ ആധാരം അല്ല അയാൾ ചോദിച്ചത്. അയാൾ ചോദിച്ചത് ഇത് എന്ത് പരിപാടിയാന്നാ ചോദിച്ചത്. ആൽക്കഹോൾസ് അനോണിമസിന്റെ ഒരു പരിപാടിയാന്ന് പത്രക്കാർക്ക് പറഞ്ഞു കൊടുക്കണ്ടേ?
നമ്മുടെ പേര് ഊരും അല്ലല്ലോ അയാൾ ചോദിച്ചു. അപ്പൊ ഇങ്ങനെ അനോണിമിറ്റിയെ തെറ്റിദ്ധരിക്കുന്നവരുണ്ട്. നമുക്കൊരു പാംലെറ്റ് ഉണ്ട്. ആ പാംലെറ്റിന്റെ പേര് മെമ്പേഴ്സ് ഐ വ്യൂ എന്നാണ്. ഈ മെമ്പേഴ്സ് ഐ വ്യൂ എന്ന് പറയുന്നത് യെയിൽസ് യൂണിവേഴ്സിറ്റിയിൽ നൂറുകണക്കിന് വിദ്യാർത്ഥികളോടും ആയിരക്കണക്കിന് കൗൺസിലർമാരോടും അധ്യാപകരോടും ഒരാൾ ആൽക്കഹോൾസ് അനോണിമസിനെ കുറിച്ച് വിശദീകരിക്കുന്നതാണ് മെമ്പേഴ്സ് ഐ വ്യൂ എന്ന് പറയുന്ന പാംലെറ്റ്. അതിനകത്തുള്ള ആദ്യ വാചകം നിങ്ങൾ എടുത്തു വായിച്ചു നോക്ക് എന്താന്ന്. അയാൾ പറഞ്ഞിരിക്കുന്ന വാചകം മെമ്പേഴ്സ് ഐ വ്യൂ എന്ന് പറയുന്ന പാംലെറ്റ് നിങ്ങളുടെ ആരുടെയെങ്കിലും ഒക്കെ കയ്യിൽ ഉണ്ടാകാതിരിക്കൂല. ഞാൻ ഇന്നൊരു വിഷയത്തെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കാൻ വന്നിരിക്കുകയാണ്. ഞാൻ തന്നെയാണ് ആ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ അയാൾ എയിൽ ഒരു അംഗമാണെന്നാണ് അവിടെ പറയുന്നത്. അയാളുടെ പേര് ഇനിഷ്യലും വീട്ടുപേരും പിന്നെ ആധാർ കാർഡൊന്നും അയാൾ കൊടുക്കുന്നില്ല. അവിടെ പേര് പോലും പറയുന്നില്ല. വേണമെങ്കിൽ പേര് പറയാതിരിക്കാമല്ലോ നമുക്ക്. പേര് നമ്മൾ അത് ചില സ്ഥലങ്ങളിൽ പേര് പറയണം, ചില സ്ഥലങ്ങളിൽ നമ്മൾ പേര് പോലും പറയാതിരിക്കാം. ഞാൻ എയിലൊരു അംഗമാണ്, മതിയല്ലോ. അപ്പൊ നമ്മൾ ഈ അനാമധേയത്വം എന്ന് പറയുമ്പം അനാമധേയത്വത്തിന്റെ പേര് പറഞ്ഞ് ഈ അനാമധേയത്വത്തിന്റെ പേര് പറഞ്ഞ് ഒളിച്ചിരുന്നായിരുന്നെങ്കിൽ ഇപ്പൊ നമ്മളെ എന്താന്ന് നമ്മൾ അറിയാനായിരുന്നല്ലോ. ഇപ്പോ മാഷ് ഇപ്പോ പോലീസ് സ്റ്റേഷനില്, ഇപ്പോ സാംസ്കാരിക ഇതില്, ക്ലബുകളില്, പൊതുജനങ്ങൾ കൂടുന്ന അല്ലെങ്കിൽ അതായിട്ട് ബന്ധപ്പെടുന്ന സാമൂഹിക പ്രവർത്തകര്, പിന്നെ അംഗനവാടി, ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. എനിക്ക് കുറെ ഉപകാരം പെട്ടിട്ടുണ്ട്, കുറച്ച് പേരെ കിട്ടിയിട്ടുമുണ്ട്. അതൊന്നും അനോണിമിറ്റിയിൽ എങ്ങനെയായിട്ട് അതെങ്ങനെയാ അനാമധേയത്തിൽ എങ്ങനെ ആകുന്നേ? ഇല്ല, അതാ പറഞ്ഞു. ഒക്കെ കൊടുത്തിട്ടുണ്ട്, അവരുടെ അടുത്തൊക്കെ ഉണ്ട്. അവർക്കൊക്കെ അറിയുകയും ചെയ്യും അയാൾ ഇങ്ങനെ ഏലാണ്, പ്രവർത്തകനാണ് എന്തൊക്കെ. നമ്മളിപ്പോ ഈ താമസിക്കുന്ന ഒരു ചെറിയ ലക്കാലിറ്റിയിൽ ഫറോക്കിൽ ഇപ്പൊ നിങ്ങൾ മെമ്പറാന്ന് അവിടെയുള്ള ആൾക്കാർക്കൊക്കെ അറിയായിരിക്കും. അറിയാം, കുറച്ച് എന്റെ ഏരിയയിൽ അറിയാം സാറേ. അപ്പൊ എന്റെ ഏരിയയിൽ പുൽപ്പള്ളി പഞ്ചായത്തിലുള്ള എല്ലാ മെമ്പർമാർക്കും എല്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനും അവിടുത്തെ ജീവനക്കാർക്കൊക്കെ അറിയാം ഞാൻ മെമ്പറാണ്, ഞാൻ കുറച്ച് കാലമായി കുടിക്കാതിരിക്കുന്ന ആളാണ്, എല്ലാവർക്കും അറിയാം. പിന്നെ ഞാൻ ഇതിനെ ഒളിച്ചു കളിക്കുന്ന എന്തിനാ? ഞാൻ പക്ഷെ എന്റെ അസോസിയേഷനിലൊന്നും അറിയില്ല. പക്ഷെ മലയാളികളായിട്ടുള്ള എന്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം ഞാൻ ഇങ്ങനെ പ്രോഗ്രാമിൽ പോകുന്നുണ്ടെന്നും. അതെ, നമ്മൾ പറയേണ്ടടുത്ത് നമ്മൾ പറയണം, പറയേണ്ടടുത്ത് നമ്മൾ ആളാകാൻ വേണ്ടി, നമ്മൾ ഇതാകാൻ വേണ്ടി നമ്മൾ നമ്മുടെ പേര് പറയരുത്. അത്രേ ഉള്ളു കാര്യം. അതാണ് പ്രധാനം. മാഷ അങ്ങനെയാണെങ്കിലേ കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ട്. മാഷ എൻ്റെ ഒരു ശ്രീനു, ഞാനൊരു മധ്യസ്ഥനാണ്. കഴിഞ്ഞ ദിവസമേ ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു. നമ്മുടെ ഒരു മെമ്പറാണ്, പുള്ളിയുടെ വൈഫും കൂടെ നിൽക്കുന്ന ഒരു പോസ്റ്റ്. ഞാൻ ആൽക്കഹോളിക് അനോണിമസിലൂടെ നടന്ന് 5ാമത്തെ വർഷം പൂർത്തിയാക്കി എന്നൊക്കെ പറഞ്ഞ് പുള്ളി വലിയൊരു ഖണ്ഡിക അതിന്റെ താഴെ എഴുതിയിട്ടിട്ടുണ്ട്. അപ്പൊ പുള്ളി ഇതിനു മുന്നേ ഫേസ്ബുക്കില് അപ്പൊ ഞാൻ അദ്ദേഹത്തിന്റെ ഗ്രൂപ്പിലുള്ള 2 വ്യക്തികളോട് ചോദിച്ചപ്പോ അവര് പറഞ്ഞു അത് ഓരോരുത്തരുടെ സ്വന്തം ഇഷ്ടങ്ങളല്ലേ, നമുക്കത് ചോദ്യം ചെയ്യാൻ പറ്റില്ല, അത് പുള്ളിയുടെ വ്യക്തിപരമായ താല്പര്യമാണ് എന്ന് പറഞ്ഞു. അങ്ങനെയല്ല, അതൊരു 11ാം പാരമ്പര്യത്തില് നമ്മളതിനകത്ത് വ്യക്തമായി പറയുന്നുണ്ട്. പുള്ളി 5 വർഷം കഴിഞ്ഞു എന്ന് പറഞ്ഞു വരുമ്പോ ഈ എല്ലാ ദിവസവും പുള്ളി പടിയും പാരമ്പര്യങ്ങളും വായിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. അത് ചെയ്യാം. അപ്പൊ അവര് പറഞ്ഞത് വ്യക്തിപരമായ കാര്യങ്ങളാണ്. കാരണം ഇതിനു മുന്നേ പുള്ളി ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അതെനിക്കറിയില്ല. ഞാൻ ഈ നിയറസ്റ്റ് ഒരു മാസം മുന്നേ പുള്ളി സോബറായി ഇട്ടതാണ്. അപ്പൊ അങ്ങനെ ചോദിച്ചപ്പോ പുള്ളിയുടെ ഗ്രൂപ്പിലുള്ളവരോട് ചോദിച്ചപ്പോ അവര് പറഞ്ഞു അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, അതൊക്കെ പുള്ളിയുടെ വ്യക്തിപരമായ താല്പര്യങ്ങളാണ്, പുള്ളി ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട് അങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ പിന്നെ അത് കാര്യമായിട്ട് എടുത്തില്ല, ഞാൻ വിട്ടു. നമ്മളത് ജസ്റ്റ് കണ്ടപ്പോ പുള്ളിയോട് ഞാൻ ചോദിച്ചില്ല, പുള്ളിയുടെ ഗ്രൂപ്പിലുള്ള അവരോട് മെമ്പേഴ്സിനോട് ചോദിച്ചു അതെന്താ അങ്ങനെ ഇട്ടോ, നിങ്ങൾക്കൊന്നും പറയാൻ പാടില്ലായിരുന്നോ, അത് 11ാം പാരമ്പര്യത്തിന്റെ ഗ്രന്ഥനല്ലേ എന്ന് ചോദിച്ചപ്പോഴത്തേനും അവരത് അങ്ങനെയാണ് പറഞ്ഞത്. പിന്നെ ഞാൻ പിന്നെ നോക്കിയില്ല. നീ പറഞ്ഞ പോലെ നമ്മള് വെറുതെ തർക്കിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ അതാണ്. അതെ, തർക്കിക്കേണ്ട കാര്യമില്ല. പക്ഷെ അനാമധേയത്വ ലംഘനം നടത്താൻ എൻ്റെ സ്വാതന്ത്ര്യം ആണ് എന്ന് പറയരുത്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പുറത്തുനിന്ന് പൈസ മേടിക്കാറില്ല, അത് ശരിയല്ലേ? അതൊരു പാരമ്പര്യമാണ്, സ്വന്തം കാലയിൽ നിൽക്കുന്നു. അനാമധേയത്വം എന്ന് പറയുന്നത് ഒരു പാരമ്പര്യമാണ്. അപ്പം നിങ്ങളുടെ ഗ്രൂപ്പിൽ നിങ്ങൾ പുറത്തുനിന്ന് ഒരു കളക്ഷൻ എടുത്ത് നിങ്ങൾ വാർഷികം നടത്തുക. അപ്പം നിങ്ങളോട് ചോദിക്കുമ്പോൾ നിങ്ങൾ പറയുവാണ് അത് ഞങ്ങളുടെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ കൊള്ളുമോ? കാരണം മറ്റ് ഗ്രൂപ്പുകളെ ബാധിക്കും. കാരണം 1935 $5000 $5000 റോക്ക്ഫെല്ലർ കൊടുത്തു കഴിഞ്ഞിട്ട് ഇന്ന് വരെ ലോകത്തിൽ ഒരിടത്തും പുറത്തുനിന്ന് പൈസ വാങ്ങിയിട്ടില്ല. നേരത്തെ അശോകേട്ടൻ പറഞ്ഞത് നിങ്ങൾ കേട്ട് കാണും.
അതായത് അമേരിക്കയിൽ ഇന്ന് ആരും തന്നെ പ്രാക്ടിക്കലി നൺ, അതായത് ഫ്യൂ എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലി ആരും തന്നെ അനാമധേയത്വ ലംഘനങ്ങൾ നടത്തുന്നില്ല. ഫേസ്ബുക്കിൽ ഫോട്ടോ അടക്കി വിട്ട് വെച്ച് ഞാൻ AM മെമ്പറാന്ന് പറഞ്ഞാൽ അത് പച്ചയായ അനാമധേയത്വ ലംഘനമാണ്. അയാളോട് ചോദ്യം ചെയ്യാനോ അന്ന് നമ്മൾ ആളല്ല. കാരണം തെറ്റ് ചെയ്യാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്, തെറ്റ് ചെയ്യുന്നവർ ചെയ്തോട്ടെ. പക്ഷെ അത് പച്ചയായ അനാമധേയത്വ ലംഘനമാണ്, അത് പാരമ്പര്യ ലംഘനമാണ്. അതിനകത്ത് യാതൊരു സംശയവും വേണ്ട. നിങ്ങൾ അല്ലെങ്കിൽ പബ്ലിക് ഇൻഫർമേഷൻ വർക്ക് ബുക്ക് എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത് എടുത്തിട്ട് അനാമധേയത്വത്തെ കുറിച്ച് അണ്ടർസ്റ്റാൻഡിങ് അനോണിമിറ്റി എന്ന് പറഞ്ഞ പാംലെറ്റ് നമുക്ക് ഇവിടെ ഇറങ്ങിയിട്ടുണ്ടല്ലോ. അല്ല മാഷെ, ഞാൻ അന്നേരം അദ്ദേഹത്തെ ആ ഗ്രൂപ്പിലെ മെമ്പറോട് പറഞ്ഞു, നല്ലൊരു സ്പോൺസർ ഉണ്ടെങ്കിൽ അദ്ദേഹം അതങ്ങനെ ചെയ്യത്തില്ല. നല്ലൊരു സ്പോൺസറോ അല്ലെങ്കിൽ നല്ലൊരു ഇത് മെമ്പറായിട്ട് ഒരു സുഹൃത്ത് ആരെങ്കിലും അദ്ദേഹം അല്ല, അത് നമുക്കിപ്പോ പറഞ്ഞു. നമ്മളത് അത് ആവർത്തിക്കാതിരിക്കുക, നമ്മൾ അതിനെ കുറിച്ച് ബോധ്യം വരിക, ചെയ്തവർ നമ്മൾ ചെയ്യാതിരിക്കുക അല്ലെ മാഷെ? അതാണ് പ്രധാനം. അയാൾ നമ്മളിനിയിപ്പോ നാളെ ചെന്നിട്ട് മിഡ് അല്ല നൈറ്റില് ജോസഫ് മാഷ ഞങ്ങളോട് ഇങ്ങനെ പറഞ്ഞു, അതുകൊണ്ട് പിൻവലിക്കണമെന്നൊന്നും അല്ല, പറയണ്ട, പാവത്തിന് അതല്ല ഷിബു. കുടിപ്പിച്ചില്ല. ഇപ്പൊ ഫേസ്ബുക്കിൽ ആ, സ്ഥിരമായിട്ട് എന്നുള്ള ഒരിക്കലും ലേബലിൽ അങ്ങനല്ല. തന്നെ ഇറക്കിയിട്ട് ഒരു മനുഷ്യനുണ്ട് ഇങ്ങനെ വിടുന്നു ആദ്യ കാലങ്ങളിലൊക്കെ. പിന്നെ അല്ല അത് അദ്ദേഹത്തിന് ബന്ധപ്പെട്ട് പറഞ്ഞ് 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 അദ്ദേഹത്തിൽ നിന്ന് ഒഴിവായി. നമുക്ക് അങ്ങനെയും പറയാം, പറഞ്ഞു അല്ല അത് കൊടുക്കാം. പിന്നെ അത് അവസരം കിട്ടുമ്പോൾ നമ്മൾ പറയണം. പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, പറഞ്ഞു ഒഴിവായിട്ടുണ്ട് കൊടുക്കണം, അയാൾ. പറഞ്ഞു കൊടുക്കണം, പറഞ്ഞു കൊടുക്കണം. ചോദിച്ചോട്ടെ, ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ സാറിനോട്? പറഞ്ഞോളൂ. ചോദിക്കാം ഹലോ. ജോസ് സാർ, സുഹൃത്തുക്കളെ, മദ്യാസക്തനാണ്. ദൈവകൃപയാലും കൂട്ടായ്മയിലൂടെ സഞ്ചരിക്കുന്നതായാലും ദിവസം മദ്യപിച്ചിട്ടുള്ള എൻ്റെ പേര് ജോസ്. എല്ലാവർക്കും ഒരു ഹായ്. ഹായ് ഹായ് ജോസ്. ജോസ്. ഹായ് ഹായ്. ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ചത് ജോസഫ് ഭാഷ, ഇപ്പം നമ്മൾ ഈ അനോണിമിറ്റി ബ്രേക്ക് ചെയ്ത് ആളാവുക എന്ന് പറയുന്നത്, അത് ഇപ്പം ഞാനൊരു മദ്യാസക്തനാന്ന് പറഞ്ഞ് ഞാൻ എങ്ങനെ നമ്മൾ ആളാവുക എന്ന് അതെങ്ങനെ അത് എന്തെങ്കിലും ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാമോ? മീൻസ് അത് ഞാൻ എൻ്റെ വ്യക്തിത്വം തന്നെ വിളിച്ചു പറഞ്ഞ് അതിനകത്ത് ഞാൻ എങ്ങനെയാണ് ആളാകുന്നതെന്ന് എനിക്ക് മനസ്സിലാകാനുള്ള ഒരു ഇതിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ആളാകുക എന്ന് പറയുന്നത് നമ്മൾ മലയാളത്തിൽ ഉദ്ദേശിക്കുന്ന ഒരു നാടൻ പ്രയോഗമാണ്. നമ്മൾ പ്രസിദ്ധനാകുക അല്ലെങ്കിൽ നമുക്കൊരു പ്രാധാന്യം വരിക എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. നമുക്കൊരു പ്രാധാന്യം ഉണ്ടാകാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മൾ പ്രസിദ്ധനാകാൻ വേണ്ടി ഒരു കാര്യം ചെയ്യുന്നു, നമ്മൾ ആളാകുക എന്ന് പറയുന്ന ഒരു നാടൻ പ്രയോഗമാണ്. അത് ഭാഷയിലുള്ള ഒരു വാക്കല്ല അത്. അത് മനസ്സിലായി സാറേ. അപ്പൊ അത് എങ്ങനെയാണ്, എന്തുകൊണ്ടാണ്, ഏത് അവസരത്തിലാണ് നമ്മൾ ഇതിനു വേണ്ടി നമ്മൾ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ അറിഞ്ഞുകൊണ്ട് എൻ്റെ ഒരു ഫോട്ടോ പത്രത്തിൽ ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പ്രസിദ്ധനാകാൻ വേണ്ടി ചെയ്യുന്നതാണ്. ഓക്കെ. അത് പാരമ്പര്യത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഓക്കെ. അപ്പം വളരെ ചെറിയ നിസ്സാര കാര്യങ്ങൾ പോലും അതിനോടൊപ്പം വരും. ഞാനൊരു പ്രാവശ്യം ഊട്ടി പോയിട്ട് തിരിച്ചു വരുമ്പം കോയമ്പത്തൂർ വരുന്ന സമയത്ത് പിന്നെ പാലക്കാട് നിന്ന് അപ്പുറത്ത് അട്ടപ്പാടി എന്ന് പറഞ്ഞൊരു ഉദയകുമാർ എന്ന് പറഞ്ഞ ശിവകുമാർ എന്ന് പറഞ്ഞൊരു ഡോക്ടറുണ്ട്. അപ്പം ഞാൻ ആ ഡോക്ടർ AM മെമ്പറാണ്, AIലുള്ള ഒരു അംഗമാണ്. അപ്പം ഞാനവിടെ കയറി അദ്ദേഹത്തെ കണ്ടൊരു ചായയെ കുറിച്ച് ലോകിയൊക്കെ പറഞ്ഞ് ഞങ്ങൾ 3-4 പേരിങ്ങ് പോരുവാണ്. അപ്പോൾ പോരുന്ന വഴിക്ക് ഞാൻ എൻ്റെ അളിയൻ അവിടെ തന്നെയാണ് താമസിക്കുന്നത്, ഭാര്യയുടെ ഭർത്താവ്. അപ്പം ഞാൻ അളിയനെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാനിങ്ങനെ കോയമ്പത്തൂർ പോയിട്ട് ഇങ്ങനെ അട്ടപ്പാടി വഴി പോരുവാണ്, ഇന്നിപ്പോൾ വീട്ടിൽ കൂടെ വരാൻ നേരമൊന്നുമില്ല. അപ്പം ഞാൻ ഡോക്ടർ ഉദയകുമാറിനെ കയറി കണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഞാനിങ്ങനെ ഫോൺ ചെയ്തിട്ട് ഇങ്ങ് പോരുവാണ്. അപ്പം എൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാൾ എന്നെ തെറി പറഞ്ഞു. എന്താ അതിൻ്റെ കാര്യം എന്നറിയാമോ? ഈ എൻ്റെ അളിയൻ ഒരു ആൽക്കഹോളിക്കല്ല, മദ്യാസക്തനല്ല. അദ്ദേഹത്തിന്റെ ഒരു കുടുംബ ഡോക്ടറാണ് ഈ ഉദയകുമാർ, ശിവകുമാർ. ഞാൻ എന്തിനായി ശിവകുമാറിനെ കണ്ടു എന്ന് പറഞ്ഞത് എന്തിനാണ് പറഞ്ഞത്? എൻ്റെ ഉദ്ദേശം എന്തായിരിക്കും? അത് അളിയനെന്നറിയാൻ വേണ്ടിയിട്ട്. അതായത് മാഷുമാരും പിന്നെ ചുമട്ടുതൊഴിലാളികളും കൂലിപ്പണിക്കാരും മാത്രമല്ല, ഡോക്ടർമാരും ഉണ്ട് എന്ന് നീ ഒന്നറിഞ്ഞോ? ഞാനിവിടെ ഒരാളാകുമല്ല ചെയ്തേ. അത് ചെയ്യരുത്. അപ്പൊ ഞാനത് ഒരു അനാമധേയത്വ ലംഘനമാണ് ശരിക്കും. അനാമധേയത്വ ലംഘനം എന്ന് പറഞ്ഞാൽ അളിയന് അവിടെ കയറി, ഇപ്പൊ ഞാനത് പുള്ളി AM മെമ്പറാണെന്ന് ഒന്നും പറഞ്ഞില്ല, പക്ഷെ ഞാൻ കാണാൻ കയറി എന്ന് പറഞ്ഞപ്പോൾ അളിയൻ അതെല്ലാം ഊഹിച്ചു. ഞാൻ ഡോക്ടറെ കാണണമെങ്കിൽ ഞാൻ അവിടെ ചികിത്സിക്കുന്ന ആളല്ലല്ലോ, ഞാൻ വയനാട്ടിലല്ലേ, ഞാൻ പാലക്കാടല്ലല്ലോ. അപ്പൊ ഈ പറിച്ചതിലിന്റെ ഉദ്ദേശം ഇതാണ്, ഞാൻ ആളാകാൻ വേണ്ടിയിട്ടാണ് അത് അളിയനോട് പറഞ്ഞത്. അത് ശരിയല്ലേ? അത് തന്നെയാണ് കാര്യം. താങ്ക് യു മാഷെ.
അലൻ ചേട്ടന്റെ ഹാൻഡ് റൈസ് ഉണ്ട്. അലൻ ചേട്ടാ. ഓക്കെ ഓക്കെ. ആൾക്കോളിക്കാൻ ഈശ്വര വേല മേഡം മറ്റുള്ള മസ്ജിദിൽ എൻ്റെ വരാൻ എല്ലാവർക്കും ഹായ്. സമയം കഴിഞ്ഞു എങ്കിലും ഹായ് ഹായ് അലൻ ചേട്ടൻ. ഹായ് ഹായ്. ഹായ് ഹായ്. ഞങ്ങളുടെ പള്ളിയിൽ ജോസ് മാഷെ കഴിഞ്ഞ വർഷം ഒരു ഇത് നടത്തിയായിരുന്നു, ഒരു സെമിനാർ പോലെ ഞങ്ങളുടെ യുവജനങ്ങളുടെ ഇടയിൽ. അങ്ങനെ ഒരു 20 വയസ്സിന് മേളിലും ഒരു 55 വയസ്സിനിടയ്ക്കുള്ള ആൾക്കാരുടെ ഇടയിൽ. അപ്പൊ അതിനകത്ത് ഒരു കൗൺസിലർ വന്ന് പുള്ളിക്കാരി മുക്തി, വയനാട് മുക്തി എന്ന് പറഞ്ഞടുത്ത് 8 വർഷം കൗൺസിലായിട്ടിരുന്നായിരുന്നു അവിടെ. അപ്പം ആ പുള്ളിക്കാരി പണ്ട് ഞാൻ പ്രാവശ്യം ഷെയർ ചെയ്താണ് ഇത് മീറ്റിങ്ങിനകത്ത്. പുള്ളിക്കാരി ആൽക്കോളിസിനെ കുറിച്ചും എല്ലാം ഇങ്ങനെ ഒത്തിരി സംസാരിച്ചു. പുള്ളിക്കാരി ഇങ്ങനെ ഒരു മണിക്കൂർ 1 hour ക്ലാസ് എടുത്തു. അപ്പൊ അതിൻ്റെ അകത്ത് എയെ കുറിച്ചും കുറച്ച് പരാമർശിച്ചു. അതിന്റെ വീഡിയോ ഒക്കെ ഞാൻ ഗ്രൂപ്പിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ അകത്ത് സംസാരിച്ച് അതിൻ്റെ അകത്ത് കള്ളുടി നേരത്തെ മരുന്നുകളൊക്കെ ഒന്നുമില്ല, ഏക ഒരു പോംവഴി എന്നൊരു പ്രോഗ്രാം ഉണ്ട്. അപ്പൊ അവിടെ ആൾക്കാർക്കൊന്നും അറിയത്തില്ല. അപ്പൊ ഇങ്ങനെ പറഞ്ഞ് പുള്ളിക്കാരി നല്ല രീതിയിൽ സംസാരിച്ചു, വളരെ നല്ല രീതിയിൽ ഒത്തിരി ആൾക്കാരുടെ അനുഭവങ്ങളൊക്കെ പറഞ്ഞു. പുള്ളിക്ക് ഒത്തിരി പേർക്ക് അത് പ്രചോദനമായി. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ പ്രതീക്ഷിക്കാതെ കുറെ സ്ത്രീകളൊക്കെ അവര് എണ്ണിച്ചെന്ന് അവരുടെ ഭർത്താക്കന്മാരെ കുറിച്ചൊക്കെ പറഞ്ഞു. ഇങ്ങനെ എൻ്റെ വീട്ടിൽ പ്രശ്നമാണ്, കുടിച്ചിട്ട് വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നു. എപ്പോഴും കരഞ്ഞോണ്ടൊക്കെ ആൾക്കാർ മിക്കവരും പറഞ്ഞ ഷെയർ ചെയ്യും. അപ്പോഴും ആൾക്കാർ അവിടെ ഇരുന്നവർ തന്നെ കേൾക്കുന്നത്. ഇവർക്ക് വീട്ടിൽ ഇവർ വെളി കണ്ടപ്പോൾ എല്ലാവരും പള്ളിയിലൊക്കെ നല്ല ഒരുങ്ങി വന്നു. ഇവരൊക്കെ ഇതായിട്ട് ഉള്ളിൽ എത്ര ഒരു അഗ്നിപർവ്വതം പോയെന്ന പോലെ ആയിരുന്നല്ലോ ഇവരൊക്കെ വന്ന് പള്ളി വന്നുകൊണ്ടിരുന്നു. ഇപ്പൊ ഇവരുടെ വീട്ടിലെ കുടുംബ പ്രശ്നം ഇങ്ങനെയൊക്കെ ഒത്തിരി പ്രശ്നമുണ്ടല്ലോ എന്നുണ്ട് അവർക്ക് തുറന്നു പറഞ്ഞപ്പം. അപ്പം ഈ പുള്ളിക്കാരി അതിനൊക്കെ കുറെ സൊല്യൂഷൻ അതെല്ലാം പറഞ്ഞു. അപ്പം അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ, ഈ ഹസ്ബൻഡിനോട് താല്പര്യമുണ്ടെങ്കിൽ ഈ എന്നൊരു പ്രോഗ്രാം ഉണ്ട്. അപ്പൊ അത്ര കേട്ടപ്പോഴത്തേക്ക് എനിക്കൊരു ഇത് വിഷമം. ഇപ്പൊ ഞാനിപ്പം ആൽക്കോഹോളിക് AIL മെമ്പറാണ്, പക്ഷെ ഇവർക്ക് ആൾക്കോറിയത്തില്ല. അപ്പം എനിക്ക് ഉള്ളിലൊരു തോന്നലുണ്ട്. അപ്പൊ ഞാൻ എൻ്റെ അനോമിനിറ്റി ഞാൻ തന്നെ ബ്രേക്ക് ചെയ്യാലോ. ഞാൻ എണ്ണിച്ചെന്ന് ഞാൻ പറഞ്ഞു, ഞാൻ ഈ പ്രോഗ്രാമത്തുണ്ട്. ഇപ്പം കൗൺസിലർ പറഞ്ഞ പ്രോഗ്രാമത്തിൽ ഞാനൊരു എത്രയായിരുന്നു 3 വർഷം കഴിഞ്ഞാൽ 3 വർഷമായിട്ട് ഞാൻ മദ്യപിക്കാതെ പോകുന്നുണ്ട്. ആർക്കെങ്കിലും ഇതിനകത്ത് എന്തെങ്കിലും ഹെൽപ്പ് ആണെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യണം. അതൊരു അനോണിമിറ്റി ബ്രേക്ക് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇത് ഞാനിപ്പോ ഈ പറയാൻ കാരണം, ജോസേട്ടൻ UK ജോസേട്ടൻ പറഞ്ഞ ആളാകാൻ ശ്രമിക്കുന്നതിന് ഒരു ക്വസ്റ്റ്യൻ ജോസഫ് മാഷിനോട് ചോദിച്ചു. പക്ഷെ അതിനുള്ള മറുപടി കറക്റ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല ജോസേട്ടനെ കിട്ടിയോന്ന്. അപ്പം ഇപ്പൊ ഞാൻ എണ്ണിച്ചെന്ന ആ ഒരു പ്രവൃത്തി ഇപ്പം ജോസഫ് മാഷ് പറഞ്ഞ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഞാൻ ആളാകാൻ ശ്രമിച്ച പോലെ തോന്നത്തില്ലേ? ഇല്ല, ഒരിക്കലും അല്ല, ഒരിക്കലും അതല്ല. കാരണം എന്താന്ന് വെച്ചാൽ നിങ്ങൾ എന്തിനാ അവിടെ അത് എഴുന്നേറ്റ് എന്ന് പറഞ്ഞെന്തിനാ? മറ്റുള്ളവർക്ക് പ്രയോജനം വേണം, അതെ, ഏകത്ത് വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതല്ല. ഇതാണ് നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടുന്നത്. ഒരിക്കലും അത് അവിടെ എത്ര ആൾ അവിടെ അതൊരു സെമി പബ്ലിക് ഗാദറിംഗ് ആണ്. അവിടെ അനോണിമിറ്റി ലംഘനം ഒരു ഒന്നും ബാധകമല്ല. 80 പേരോളം ഉണ്ട്. അത് ഏടെ മീറ്റിംഗും അല്ലായിരുന്നു, അത് ഞങ്ങളുടെ ഒരു അതെ, പള്ളിയിലെ യൂണിവേഴ്സിറ്റി മീറ്റിംഗ് ആയിരുന്നു. ഞാൻ പറഞ്ഞു, ഞാന് തൊടുപുഴ ടൗൺ ചർച്ചിൽ മാസിനിടയ്ക്ക് ആൽക്കഹോൾസ് അനോണിമസിനെ കുറിച്ച് പറയാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ പേര് ജോസഫ്, ഞാനൊരു മദ്യാസക്തനാണ്. ജോസഫ് എന്ന് പറഞ്ഞാൽ ലോകത്തിൽ എന്തോരം ആൾക്കാരുണ്ട്. ഞാനും വയനാട്ടിലാണെന്നോ ഇവിടെയാണെന്നോ എൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽ ബയോഡേറ്റ കൊടുക്കുമല്ലേ. ഇത് എൻ്റെ പേര് ഞാൻ പറഞ്ഞു, ഞാനൊരു മദ്യാസക്തനാന്ന് പറഞ്ഞു. ഞാൻ AIയെ കുറിച്ച് അവിടെ സംസാരിച്ചു. അതൊരു അനാമധേയത്തിൽ എങ്ങനെയല്ല. അപ്പം നമ്മൾ പറഞ്ഞില്ലേ, അപ്പൊ ആളാകാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ദുരുദ്ദേശത്തോടെ ചെയ്യുന്നൊരു കാര്യമാണ്. ഇപ്പൊ ഞാൻ എൻ്റെ അളിയൻ ഒരു ആൽക്കഹോളിക് ആയിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞത് ശരിയാ. അതാണ്, എൻ്റെ അളിയൻ ഒരു ആൽക്കഹോളിക് ആണെങ്കിൽ ഞാൻ ഡോക്ടറെ കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാ കണ്ടതെന്ന് ചോദിക്കും. ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടെന്ന് അളിയനോട് എനിക്ക് പറയാം. പക്ഷെ ഒരു മദ്യാസക്തനല്ല അല്ലാത്തത് കൊണ്ട് ഞാൻ അവിടെ പറഞ്ഞത് ആളാകാനാന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ നിങ്ങൾ അവിടെ അത് പറഞ്ഞത് ആളാകാനല്ല. മനസ്സിലായോ? ഓക്കെ, സമയം കഴിഞ്ഞല്ലോ. മനസ്സിലായോ? ഓക്കെ, ഇതന്നെ എല്ലാവരും ഉദ്ദേശിച്ചത്. അത് തന്നെ അലൻ ചേട്ടാ, അത് തന്നെ. ഓക്കെ. അതുപോലെ മാഷെ ഒരു കാര്യം ഇവിടെ ചേട്ടാ, ജോസഫ് മാഷിനോട് ഇവിടെ ഞങ്ങളുടെ എനിക്ക് ഇവിടുന്ന് ഒരു 1.5 മണിക്കൂർ ദൂരെ ഒരു പുള്ളിക്കാരുണ്ട്, 18 വർഷമായിട്ട് AIL ഉള്ള. പക്ഷെ എനിക്കറിയത്തില്ല അങ്ങനെ ഒരാളുണ്ടെന്നോ ഒന്നും. ഈ അനോണിമിറ്റി ഒത്തിരി ഇതാകുമ്പോഴേ നമുക്ക് അങ്ങോട്ട് ഇവിടുത്തെ കൂടുതൽ ആൾക്കാരെ ഈ ആവശ്യമുള്ളവർക്ക് അങ്ങോട്ട് എത്തിച്ചേരുന്നില്ല. ഒത്തിരി അനോണിമിറ്റി ഒത്തിരി ഇത് ചെയ്യുന്നുണ്ട്. ഒത്തിരി അനോണിമിറ്റി എനിക്ക് അത് പറ്റത്തില്ല ഒന്നും ഒരു ഇതുമില്ല. പുള്ളിക്കാരൻ 18 വർഷമായിട്ടുള്ള, പക്ഷെ പുള്ളിക്കാരന് ഞാൻ എനിക്ക് അറിയത്തില്ലായിരുന്നു. ഇപ്പം ഈ കോളിനകത്ത് വന്ന ശിവചേട്ടൻ വന്ന് കണക്ട് ചെയ്ത ശേഷമാണ് ഇങ്ങനെ ഒരാൾ എത്ര വർഷമായിട്ടുണ്ട്, അല്ലെങ്കിൽ എത്ര വർഷമായിട്ട് ഇവിടെ പോകുന്നുണ്ട്. പക്ഷെ ഈ അനോണിമിറ്റി ഒത്തിരി രീതിയിൽ ഒരുപാട് നീഡിയായിട്ടുള്ള ആൾക്കാർക്ക് കിട്ടാതെ പോകുന്നുണ്ട് ഈ ഒരു പ്രോഗ്രാം. അതിന്റെ ഒരു ഇതാ പറഞ്ഞേ കൺസേൺ. അതെ, അത് തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞത്. എൻ്റെ അയലോക്കംകാരൻ കുടിച്ചു മരിക്കുകയും ഞാൻ AIക്കാരനാണെന്ന് അയാൾ അറിയാതിരിക്കുകയും ചെയ്താൽ അതിനകത്തിന്റെ ഉത്തരവാദിത്വം എനിക്കാ.
പക്ഷെ ഇപ്പൊ ഒത്തിരി പേര് ടെലിഫോൺ തെറാപ്പി കൂടെ രക്ഷപ്പെടുന്നുണ്ട് കേട്ടോ, ഒത്തിരി പേരുണ്ട്. ഉണ്ട്. അപ്പൊ ഇത് നമ്മളത് ഈ അനോണിമിറ്റി എന്ന് പറയുമ്പം അതുകൊണ്ടാണ് പറഞ്ഞത്, ഇതിന് ഒരു അതിർത്തി വരമ്പില്ലെന്നും നമ്മൾ ഇതിനെ കട്ടൻ ഡ്രൈ ആയിട്ട് ഇങ്ങനെ കൃത്യമായി പറയുകയല്ലെന്നും. ഓരോരുത്തർ കുറച്ച് വ്യക്തിപരമാണ്, പക്ഷെ അനാമധേയത്തിലെങ്കിലും ആർക്കും നടത്താൻ യോഗ്യതയില്ല. കാരണം അത് ഒരു ഒരു പാരമ്പര്യ ലംഘനമാണ്. അത് എക്ക് ദോഷം ചെയ്യും. ഓക്കെ, അവസാനിപ്പിക്കാവോ മീറ്റിംഗ്? ഓക്കെ ഏട്ടാ, ഓക്കെ. അപ്പൊ താങ്ക് യു ജോസഫ് മാഷ്, എല്ലാവരുടെയും പേരിലുള്ള. എന്തായാലും ഞാൻ മീറ്റിങ്ങിന്റെ പകുതി ആയപ്പോഴാണ് കയറാൻ സാധിച്ചത്. എന്നാലും അത്